ഹലോ ഗൈസ്, ഇത്തവണ ഒരു ട്രാവൽ വ്ളോഗാണ്. നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത് കർണാടകയിലെ ഗോപാലസ്വാമി ടെമ്പിളിലേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ബന്ദിപ്പുര ടൈഗർ റിസർവ് ഫോറസ്റ്റിൻ്റെ അവിടെ വന്നിട്ട് പിന്നെ അതിന് ശേഷം നമ്മൾ KSRTC ബസ്സിലാണ് കേട്ടോ പോവാം. ഇതിന് ശേഷം നമ്മുടെ പേഴ്സണൽ വണ്ടി അങ്ങോട്ട് പോവില്ല. അപ്പോൾ KSRTC മാത്രമേ പോവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ക്യൂ ഒക്കെ നിന്ന് KSRTC ബസ്സിൽ കയറി കേട്ടോ. അങ്ങനെ കയറിക്കതിന് ശേഷം ഞാൻ ഇവനെന്ന് വെച്ചാൽ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ഇവൻ എന്നോട് എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ. ശരിക്കും നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് മല മുകളിലേക്ക് കയറിപ്പോകണം. അപ്പോൾ അങ്ങനെ മല മുകളിലേക്ക് കയറുമ്പോൾ സമയത്ത് താഴത്തേക്ക് ഫോറസ്റ്റൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് അടിപൊളി വ്യൂ ആണ്. അപ്പം നമ്മൾ കണ്ണൂരായതുകൊണ്ട് തന്നെ നമ്മൾ വയനാട് വഴിയാണ് കേട്ടോ വന്നിട്ടുണ്ടായത്. അങ്ങനെ വയനാട് വഴി വന്ന് നമ്മൾ കർണാടകയിലേക്ക് കടക്കാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു നമ്മൾ പോകാൻ പോകുന്ന ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ശ്രീകൃഷ്ണൻ്റെ പ്രതിഷ്ഠയാണ്. പിന്നെ ഇത് ഫേമസ് ആയിരിക്കുന്നത് പണ്ട് ഇവിടെ വീരപ്പൻ വന്ന് പ്രാർത്ഥിക്കാറുണ്ടെന്നൊക്കെയാണ് പറയാറ്. അപ്പോൾ അതൊക്കെ അങ്ങനെ ആ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ് കേട്ടോ. ഇനി പോകുന്ന വഴിക്ക് നമ്മൾ വലിയൊരു കൊമ്പനാനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങ് ദൂരെയായിട്ട്. ശരിക്കും പറഞ്ഞാൽ ആ ആനനെ നമ്മൾ മോർണിംഗ് വരികയാണെങ്കിൽ അമ്പലത്തിൻ്റെ അവിടെ വെച്ച് കാണാമെന്നൊക്കെയാണ് പറയുന്നത്. ബട്ട് നമ്മൾ ദൂരത്തായിട്ടാണ് കണ്ടത് കേട്ടോ. അങ്ങനെ അവിടെ എത്തി. ഇത് ഇവിടുന്ന് ഈ കണ്ണും മുകളിലെ ആണ് കേട്ടോ ക്ഷേത്രം വരുന്നത്. അങ്ങനെ അവിടെ എത്തി നമ്മൾ ചെരുപ്പൊക്കെ അഴിച്ച് മുകളിലേക്ക് നടന്ന് കയറാണ്. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ കാണാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു വ്യൂ കൊണ്ട് തന്നെയാണ് കേട്ടോ. അടിപൊളി വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ കാരണം മലയുടെ മുകളിൽ നമ്മൾ പൊങ്കലിൻ്റെ ഡേ ആണ് കേട്ടോ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ വന്നവരിൽ മിക്കവരും കർണാടകക്കാരും തമിഴ്നാട്ടുകാരൊക്കെ ആയിരുന്നു. മലയാളികളില്ല എന്നല്ല, കൂടുതൽ അവരായിരുന്നു. പിന്നെ കണ്ണൂരുള്ളവർ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മൾ ഗുണ്ടൽപേട്ട് മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോവുകയാണെങ്കിൽ ആ പോകുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെ എല്ലാ ദിവസവും അന്നദാനമൊക്കെ ഉണ്ട്. നമ്മൾ പോയ സമയത്ത് സാമ്പാർ സാദും പിന്നെ ഒരു പായസമാണ് ഉണ്ടായത്. പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ഇതിനെ ചുറ്റി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇതിൻ്റെ താഴ്വാരം വ്യൂ അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെ വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും KSRTCക്ക് നമ്മൾ തിരിച്ചങ്ങോട്ട് പോകണം. അപ്പോൾ KSRTC കാത്തുനിന്നു അങ്ങനെ തിരിച്ച് നമ്മൾ വയനാട് വഴിയാണ് കേട്ടോ വന്നിട്ടുണ്ടായത്. വയനാട് വഴി കുറച്ച് നമ്മൾ എവിടെയൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചു. ബട്ട് നമ്മൾ വഴി തെറ്റി എങ്ങോട്ടും പോകാനൊന്നും പറ്റിയില്ല. അങ്ങനെ വയനാട് വഴി വെറുതെ ഫോറസ്റ്റിലേക്കൂടെയൊക്കെ ഇങ്ങനെ കറങ്ങി തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ ഈ വീഡിയോ. സോ ഗൈസ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ